രാജാ രാജാതി രാജനുണ്ട് രാജാ പൂജ തൂക്കാതെ വേറെ ഐ എം റിയലി സോറി സാർ. മുൻപ് ഇതുപോലെ ഞാൻ മുട്ടിയപ്പോഴും സാറ് പറഞ്ഞു ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇപ്പതേ രണ്ടാമതും പറഞ്ഞു. പക്ഷേ ഇനി ഒന്നുകൂടെ മുട്ടിയാ സാറിന് ശരിക്കും ദേഷ്യം വരും അല്ലേ? സാറ് സിറ്റിയിലേക്കാ? അതെ. പ്ലീസ് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം പ്രോവിഡൻസ് കോളേജിന്റെ ഗേറ്റില്. കുട്ടി ഞാൻ പോലീസ് ജീപ്പിലാ. ഹൂ കേസ്, ഞാനൊക്കെ തൊട്ടിലേക്ക് കിടക്കുന്ന പ്രായം മുതൽ തുടങ്ങിയതല്ലേ ഈ പോലീസ് ജീപ്പിൽ സഞ്ചാരം. പ്ലീസ്. ഓക്കെ ഓക്കെ കം ഓൺ. താങ്ക് യു സർ. സാറിന് 2 ബ്രദേഴ്സ് ഉണ്ടല്ലേ? ഒരാള് രവിശങ്കർ, ഡെക്കാൻ ട്രിബ്യൂണൽ ഫ്രീലാൻസ് റിപ്പോർട്ടർ. ഇവിടുത്തെ സകല പത്രക്കാരും കൊത്തിയെടുക്കാൻ കൊതിക്കുന്ന മിടമെടുക്കാൻ പത്രലേഖകൻ, ഡേ ഡെവിൾ. Am I right? ആളിപ്പോ ഡൽഹിയിൽ IPS ഇന്റർവ്യൂവിന് പോയിരിക്കുന്നു. സെലക്ഷൻ കിട്ടുമെന്ന് ഉറപ്പ് അല്ലേ? കുട്ടി എങ്ങനെ അറിയും ഇതൊക്കെ? പറഞ്ഞു കേട്ടിരിക്കുന്നു വെച്ചോളൂ. രണ്ടാമത്തെ ബ്രദർ ഹരിശങ്കർ, അയാളെ ഞാൻ നേരിട്ടറിയും. ആളൊരു അസൽ തെമ്മാടി തല്ലിപ്പൊളി. സെന്റ് ജോസഫ് കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയർ. കുട്ടിക്ക് ഹരി എങ്ങനെയാ പരിചയം? അത് സസ്പെൻസ്. ഇനി എന്തെങ്കിലും ഒരു ലിഫ്റ്റ് തരുമ്പോ പറഞ്ഞു തരാം എങ്ങനെയാ പരിചയമെന്ന്. സാർ ഒന്ന് നിർത്തിക്കേ പ്ലീസ് പ്ലീസ്. താങ്ക് യു. ബൈ. അല്ല കുട്ടിയെ കോളേജിന് മുമ്പിൽ വിടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ റൂട്ട് മാറ്റി. ഞാൻ റൂട്ട് മാറ്റിയെന്ന്. ബൈ. ഇപ്പോഴത്തെ പെൺപിള്ളേര്. ഹായ്. എന്തു പറ്റി? ഹരിയാകെ വരണ്ടല്ലോ. നീ എങ്ങനെ ഏട്ടന്റെ ജീപ്പിൽ കയറിയത്? ഡാഡിയുടെ ഓഫീസിൽ വെച്ച് കണ്ടു, മുട്ടി, ലിഫ്റ്റ് ചോദിച്ചു, തന്നു. അത്ര തന്നെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് താൻ എന്റെ ബോയ് ഫ്രണ്ട് ആണ്, ആളൊരു തെമ്മാടിയാണ് എന്നൊക്കെ. എന്റെ അമ്മയെ തൊലച്ചു. എന്നിട്ട് സ്വന്തം മാങ്ങാ തൊലി. എടി എടി വാരസ്യാറേ, അമ്പലവാസി പെണ്ണെ, നിന്റെ പുറകെ ഇന്നു മുഴുവൻ ബാലാട്ടി നടക്കാനേ ഈ ഹരിശങ്കറിനെ കിട്ടില്ല. ഓ പോയി വേറെ ആളെ നോക്ക്. മണിക്കൂർ ഒന്നായി ബാക്കിയുള്ളവരോട് വായും പൊളിച്ച് നിൽക്കുന്നു. ഹരി പ്ലീസ് പണങ്ങല്ലേ. ലുക്ക്, രേഖ വാര്യർ is immensely rich today and isn't for any escapade, you just name it. എനിക്ക് പോണം, ക്ലാസ് ഉണ്ട്. പ്ലീസ് ഹരി, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ ഹരിക്ക്? ഇന്നെന്താ നിന്റെ ബർത്ത്ഡേയോ? പിന്നെ ഇന്നാണ് എനിക്ക് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദിവസം. അറിയില്ലേ, എന്റെ മമ്മി ഡോക്ടർ വിമല വാര്യർ എന്നെയും എന്റെ ഡാഡിയെ ഉപേക്ഷിച്ച് വേറൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയതിന്റെ 12th ആനിവേഴ്സറിയാണ് ഇന്ന്. മഹത്തായ 12ാം വാർഷികം. ഹരി പ്ലീസ് ഹരി, വയ്യ. ഇന്ന് എന്നെ തനിച്ചാക്കരുത് പ്ലീസ്. ഓക്കെ. താങ്ക് യു ഹരി, താങ്ക് യു സോ മച്ച്. ഓക്കെ സ്കിപ്പ് ഇറ്റ് യാർ. ഇന്ന് കംപ്ലീറ്റ് ക്ലാസ് കട്ട്. ഇന്ന് മുഴുവൻ നമ്മൾ ഒരുമിച്ച് ചെത്തുന്നു. പബ് എങ്കിൽ പബ്, പാർലർ എങ്കിൽ പാർലർ, ഡിസ്കോ എങ്കിൽ ഡിസ്കോ. Come on. എവിടെയായിരുന്നു ഇതുവരെ? വല്യേട്ടൻ ഉറങ്ങിയോ? എപ്പോഴേ. പിന്നെ കുഞ്ഞേട്ടാ, ആ വാരീച്ചേര ആള് കേമി തന്നെ. എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് വല്യേട്ടനോട്? അയ്യോ, എന്നിട്ട് വല്യേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ചെവിയേട്ടൻ ഡൽഹിന്ന് വന്നാലുടനെ കുഞ്ഞേട്ടന്റെയും വാരീച്ചേരുടെയും കല്യാണം നടത്തി തരാൻ പോണെന്നോ, കമ്മീഷണറോട് 5 ലക്ഷം സ്ത്രീധനം ചോദിക്കാൻ പോണെന്നോ ഒക്കെ പറയുന്ന കേട്ടോ എടുത്തിയോട്. പെണ്ണേ കളിക്കരുത്, വയറ്റിൽ തീയായോടെ. ഇത്രയൊക്കെ മഴ നടന്ന് നടന്നിട്ടും നിന്റെ തീ കെട്ടില്ലേ മോനെ ഹരിശങ്കര? ഏട്ടാ ഇന്നാ തല തോർത്ത്. ഈയിടെ ഇത്തിരി കൂടുന്നുണ്ട് നിന്റെ ചുറ്റി സഞ്ചാരം. സൂക്ഷിച്ചു മതി ശകാരം. ഇനി ഇതിന്റെ പേരിൽ ഇവനെങ്ങാനും ചെന്ന് കമ്മീഷണർ സാറിനോട് പരാതി പറഞ്ഞാൽ അങ്ങേർക്ക് തള്ളാൻ പറ്റില്ല. എനിക്ക് സസ്പെൻഷനിലേക്ക് വീട്ടിൽ വരും. എവിടെയായിരുന്നാ ഈ പാതിരാവരെ? ഏട്ടാ ഞാൻ കമ്പൈൻഡ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ആ കുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെന്നല്ലേ സുധ പറഞ്ഞത്? ഇനി മുതൽ എന്റെ കുഞ്ഞിങ്ങനെ വെയിലും മഴയും കൊണ്ട് അലഞ്ഞു നടന്ന് പഠിക്കണ്ട കേട്ടോ.
നീ കുറച്ച് രാസാദി പൊടി എടുത്ത് ഇവനെ നിറകേട്ടൊന്ന് തിരുമ്മിക്കൊട്. പനി പിടിക്കാതിരിക്കട്ടെ. ഇന്ന് മിക്കവാറും രാപ്പനി വരും കുഞ്ഞേട്ടന്. എടി നിന്റെ ഇന്ന് ഞാൻ എടാ ഗൗഡേ, എവിടെ ഇല്ലടാ? The cargo has come in this morning, sir. Yes. I'll send the data concern to the head office. Right away, sir. ചോദിച്ചത് കേട്ടില്ലടി നായിന്റെ മോളെ. Uh, എവിടെ ഇല്ലേന്ന്? I'll call you back, sir. Yes. ഗൗഡേനെ കാണാനാണ്. മൂസ ഫ്രം ബേപ്പൂർ. Sorry, sir. You have no appointment. ഉമ്മാന്റെ അപ്പോയിന്റ്മെന്റ്. എടി പെണ്ണെ, ഈ കുന്തമെടുത്ത് വിളിച്ചു പറയും ഗൗഡേനെ കാണാൻ ബേപ്പൂരിന്ന് മൂസാക്കുട്ടി വന്നിരിക്കുന്നു. മുഴിച്ചു നോക്കാതെ വിളിച്ചു പറയണേ. ഗൗഡയല്ല അവന്റെ ബാപ്പ സമ്മതിക്കും. മൂസാക്ക, ശേവരെ, എവിടെടാ എന്റെ ബോസ്? നമ്മളെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാ? ഒരു മിനിറ്റ് വരൂ. മൂസാക്ക, ദേവി നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കരുത്. ഇതൊന്ന് പോടാ. എവിടെടാ ഗൗഡ? മൂസാക്ക, ഇപ്പൊ കാണാൻ പറ്റില്ല. ബോസ് വീട്ടിലാണ്. വിടടാ. കാണണ വേണ്ടെന്ന് മൂസ ചെയ്യിക്കും. ഉമ്മാന്റെ ഒരു ബോസ്. நல்லா இருக்கு. எத்தனை லோட் ചോദിക്കുന്നുണ്ട് തിരുച്ചൂർ പാർട്ടി? 50 ലോഡ്. 10 ലോഡ് ആദ്യം. ഡീലിംഗ്സ് കറക്റ്റ് ആണെന്ന് മീതി. അല്ല, അവര് 50 ലോഡിന് അഡ്വാൻസ് ക്യാഷും കൊണ്ട് അവിടെ ആള് വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്നാടാ കമ്മീഷൻ വെട്ടിട്ടീங்களா? ഏയ് Appa? அடே வாடா 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 மோனே வாடா. இன்னைக்கு அவனது பிறந்த நாள், பர்த்டே. ஏண்டா மோனே, சோறு ரெடியா? Ready. வா வாடா. ആ ചൊല്ലടാ മോനെ. ഇറങ്ങി വാടാ പന്നി. അതിന്റെ മോനെ ഇറങ്ങി വരാൻ. മൂസാക്ക, എന്താ ഇത്? വേണ്ട മുസാക്ക. പന്നികളെ ഇറങ്ങി വരികടാ. ഈ നമ്മളെ തൈഞ്ഞല്ലേ? ഈ എന്നെ തൈഞ്ഞിട്ട് തൃശ്ശൂരുകാരി ഏട്ടന്മാർക്ക് സ്പിരിറ്റ് കൊടുക്കാൻ പോണു അല്ലേ? നമുക്ക് ഇതാ മൂസക്ക, ഇത് വീട്, ബിസിനസ് ഓഫീസിലെ. ഇവിടെ വേണ്ട. അഞ്ച് ഒരു ആപ്പീസ്. ഗൗഡേ, ഈ എനിക്ക് സ്പിരിറ്റ് തരണം. ഒരു 50 ലോഡ്. മൂസക്ക, ചെക്ക് പോസ്റ്റിൽ പിടിച്ചുപോയി എക്സ്ക്യൂസ് പറഞ്ഞ കണക്കില് ലക്ഷങ്ങൾ ഇങ്ങോട്ട് വരാനുണ്ട്. ആദ്യം അത് ഇരട്ടെ, എന്നിട്ട് മതി ബാക്കി ഇടപാട്. അന്റെ ഈ ബോസിന് 2 ഓട്ടമുക്കൽ ഒരുമിച്ച് കണ്ടാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന കാലത്ത് 1000 രൂപ നോട്ടിന്റെ പെരുന്നാൾ കണ്ടവനാ ഈ മൂസ. എന്റെ ഒരു ലക്ഷം ഒന്ന് പോളായി മാറേ. എടാ കൃഷ്ണ, എടാ ഈ ലക്ഷം എന്നൊക്കെ കേട്ടാല് മൂസ കിടുങ്ങത്തില്ല. പച്ചക്കിത ഇവൻ കിടുങ്ങും. കിടുങ്ങിയിട്ടുണ്ട്. അന്നിവന്റെ ഇത്രയും മുയിപ്പുള്ള സൂര്യദേവരാജ ഗൗരിയൊന്നുമല്ല. എന്റെ ലോറിയിലെ വെറും കിളിയാണ് കിളി. വെറും ദേവരായൻ. അന്നെന്റെ ബെൽറ്റിൽ തിരികെ 100ന്റെ നോട്ട് കണ്ടിട്ട് ഇവന് കുളിരും പനിയും വന്നിട്ടുണ്ട് ഇല്ലടാ. അഞ്ച് പുച്ഛമുണ്ടല്ല, അത് മൂസോട് വേണ്ട. അതങ്ങ് കുഞ്ഞബ്ദുലിന്റെ അവിടെ വെച്ചാ മതി. കുട്ടു,
പടിയാർച്ചുരത്തിൽ ക്ലിയറിംഗും കാത്ത് കിടക്കുമ്പോ നീ എനിക്കിവിടെ ഉമ്മാനെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇന്ന് മൂസാന്റെ കൈ പണം ഉണ്ടായിരുന്നെങ്കിൽ നീ എനിക്ക് ഇവിടെയും കൂടി തന്നേനെ, ഈ ബാസന്തിനെ. ഇല്ലടാ? നാളെ അഞ്ച് ഒറ്റ വണ്ടി പോലും ചൊരവിറങ്ങി കേരളത്തിൽ കേറൂലടാ. ഈ മൂസ കേറ്റൂല. അയാൾ അമ്മയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? എന്തിനാ അയാൾ ഇങ്ങനെ അടിക്കുന്നത്?